പഴയ തോൽവിയുടെ കലിപ്പ് തീരാത്തതാണോ? കഴിഞ്ഞ ദിവസം കെ. മുരളീധരൻ തൃശ്ശൂർ എത്തിയിട്ടും തൃശ്ശൂർ ഡി.സി.സി ഓഫീസിലേക്ക് വരുന്നില്ല. പ്രവർത്തകർ എത്ര വിളിച്ചിട്ടും വരില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു മുരളീധരൻ. ഈ കഴിഞ്ഞ 2024 ലോക്സഭയിലെ ഒരു തോൽവിയുടെ നീരസം ഇപ്പോഴും തീരാത്തതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം പോവാത്തത്? ശരിക്കും പറയുകയാണെങ്കിൽ മുരളീധരനെ തെക്ക് വടക്ക് ഓടിപ്പിച്ചിട്ടുണ്ട് ഇവർ. അദ്ദേഹം വട്ടിയൂർക്കാവിൽ എം.എൽ.എ ആയിരിക്കുന്ന സമയത്താണ് 19 രാജിവയ്പ്പിച്ചിട്ട് വടകരയെ കൊണ്ട് നിർത്തുന്നത്. വടകര അറ്റമാണ് കേട്ടോ. തളിപ്പറമ്പ് അങ്ങനെയുള്ള ധാരാളം അതായത് കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഭാഗങ്ങൾ ചേർന്ന ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. അവിടെ പോയി നിന്നു. അദ്ദേഹം ജയിച്ചിട്ടാണ് രാജിവെച്ചത്. പക്ഷെ അവിടെ പോയി നിന്നിട്ടും അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതായത് ഈസ് ആക്സെപ്റ്റബിൾ ഓൾ ഓവർ കേരള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ വടകരയിൽ സിറ്റിംഗ് എം പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഗോ ടു ദ സെൻറ്റർ കേരള എന്ന്, തൃശ്ശൂർക്ക് വരാനായിട്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഒക്കെ തൃശ്ശൂരാണെങ്കിലും അദ്ദേഹം സിറ്റിംഗ് എം പി ആണ്. സിറ്റിംഗ് എം പിമാർക്ക് സാധാരണ സീറ്റ് കൊടുക്കണം. മാത്രം ഒരു പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ആജീവനാന്തര കാലത്തോളം അവിടെ തന്നെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം പിയും കൂടെയല്ല. എന്നിട്ടും അദ്ദേഹം പാർട്ടിയുടെ ശാസനമനുസരിച്ച് തൃശ്ശൂർക്ക് വന്നു. സുരേഷ് ഗോപിയായിരുന്നു അന്ന് BJP NDAയുടെ സ്ഥാനാർത്ഥി. സുരേഷ് ഗോപി വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അന്ന് മുതലേ അദ്ദേഹം പറയുന്നു, എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ആഞ്ഞ് പരിശ്രമം നടന്നു. തോൽപ്പിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ടാണ് ഒറ്റയാൾ പട്ടാളം പോലെ ഞാൻ പൊരുതിയത്. എനിക്ക് പറ്റുന്നത് പോലെ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ ഫൈറ്റ് ചെയ്തു. ഫൈനലി ശ്രീ സുരേഷ് ഗോപി ജയിച്ചു. അത് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിഭവം പുറത്തെടുക്കും? ടെൽ മീ. അദ്ദേഹം മന്ത്രിയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെ അദ്ദേഹം നന്നായിട്ട് ജയിച്ച് വന്നു മന്ത്രിയായതും അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്താണ് വിദ്യുത് ശക്തി മന്ത്രിയൊന്നും ആവണ്ട. ഒരിക്കൽ ഓർക്കുന്നുണ്ട്, അദ്ദേഹം വിദ്യുത് ശക്തി മന്ത്രിയായിട്ട് ചാർജ് എടുത്ത് പിന്നെ 6 മാസത്തിനുള്ള MLA അല്ലെങ്കിൽ നമ്മളത് MLA ആയിട്ട് ജയിക്കണം. പക്ഷെ അദ്ദേഹം തോറ്റു. ഓർക്കുന്നുണ്ടാവും മാതിര അല്ലേ? അതും കേരളം സാക്ഷ്യം വഹിച്ചാണ്. അദ്ദേഹം അതും അനുഭവിച്ചതാണ്. എങ്ങനെ ഒരു മന്ത്രി തോറ്റു അല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു, MLA ആവാണ്ട്. പിന്നെ ബൈ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം തോക്കുകയാണ് ചെയ്തത്. അതും കേരളം കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനറിയാം, അദ്ദേഹം വെറുതെ ഒന്നുമല്ല സ്വന്തമായിട്ട് ഡിക്ക് എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് ഇന്ത്യൻ കോൺഗ്രസ് ഇന്ത്യ കോൺഗ്രസ് എന്തോ പറഞ്ഞിട്ട് DIC എന്നായിരുന്നു അതിൻ്റെ ഫുൾ ഫോം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ കരുണാകരനും കൂടി ഉണ്ടാക്കി. പിന്നെ ശ്രീ കരുണാകരൻ അതിൽ നിന്ന് വിട്ടുപോയി. മുരളീധരൻ അത് വേണ്ടാന്ന് വെച്ചു. KPCCയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഇന്ദിരാഭവനൊക്കെ വളരെ നന്നായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരുക്കി കൊണ്ടുവരികയൊക്കെ ചെയ്തത്. പാരമ്പര്യമുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ചുമ്മാ ഇട്ടൊരു ഫുട്ബോൾ വരെ തട്ടിക്കളിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന് വിദ്യുത് ശക്തി മന്ത്രി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഓർമ്മ വന്നിട്ടുണ്ട്, ദൈവമേ ഞാൻ MLA ആയിട്ട് ജയിക്കാതെ പോയത് വിദ്യുത് ശക്തി മന്ത്രി. പിന്നെ അത് അത്ര ഗ്ലാമറസ് വകുപ്പാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, വേണ്ട മോനെ സതീശ എനിക്ക് വേണ്ടെന്നേ, മന്ത്രിപദം വേണ്ടെന്നേ. അദ്ദേഹം എല്ലാം കണ്ടതാണല്ലോ. അധികാരം കണ്ടു, അധികാരമുള്ളൊരു അച്ഛൻ്റെ മകനായിട്ട് നിന്നു. സേവാദളിൽ കൂടിയാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നത്, കോൺഗ്രസ് പാർട്ടിയിൽ സജീവമാകുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയത്തിയും സജീവമായിട്ട് പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ NDA BJPയിലെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ട് പത്മജ വേണുഗോപാൽജി ഇരിക്കുന്നത്. പറഞ്ഞു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിഭവം പുറത്തെടുക്കാൻ പറ്റും? വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്നേ. അപ്പോൾ അവിടെ നിന്നുള്ളൊരു MLA അല്ലല്ലോ. എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് വേണ്ട പിന്തുണ തരാത്ത ഒരു പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഞാൻ വരുന്നില്ല. കൊട്ടും കുരവയും താലപ്പൊലിയും ഒക്കെ ആയിട്ട് നിങ്ങൾ വിളിച്ചാൽ പോലും വരുന്നില്ല. അതിനാണ് പറയുന്നത് ആർജവം. കോൾ എ സ്പേഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സ്പേഡിനെ സ്പേഡ് എന്ന് തന്നെ പറയണം. എനിക്ക് സപ്പോർട്ട് തരാത്ത ആൾക്കാരെ നിങ്ങളുടെ സൗകര്യത്തിന് വന്ന് വിളിക്കുമ്പോൾ, നിങ്ങളുടെ ആവശ്യത്തിന് വന്ന് വേണ്ടി വിളിക്കുമ്പോൾ വരാനായിട്ട് എനിക്ക് സൗകര്യമില്ലെന്നേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്മൃതി ഉറങ്ങുന്ന മുരളി മന്ദിരത്തിൽ പോയി, സ്മൃതികൂടത്തിൽ പോയി സംസാരിച്ചു. അദ്ദേഹത്തിന് വേണ്ട എല്ലാവരുമായിട്ട് അദ്ദേഹം സമ്പർക്കത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി ആസ്ഥാനത്തേക്ക് ഞാനില്ല. അദ്ദേഹം ആർജവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത് ആരോഗ്യമാണ്. അത് കൊടുത്തു. കൂടെ തന്നെ ഏറ്റവും പ്രവർത്തിക്കാൻ പറ്റുന്ന, ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഒരു സമാശ്വാസം നൽകാൻ പറ്റുന്ന ഒരു വകുപ്പും കൂടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ദേവസ്വം വകുപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ആർജവമുള്ളൊരു നേതാവെന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയായിരിക്കണം നേതാക്കന്മാർ. എന്തിനാ തന്നെ പുറംകാലം കൊണ്ട് ചവിട്ടി തൂത്ത് എറിഞ്ഞതിന് ശേഷം അവർ വിളിക്കുമ്പോൾ എസ്സാ എന്ന് പറഞ്ഞ് നിൽക്കുമോ? വേണ്ടല്ലോ.
പോകുന്ന വഴി ഹൈവേയിൽ കൂടെ അങ്ങ് പോയാൽ മതിയല്ലോ, ഒരു ഡീറ്റൂറിൻ്റെ ആവശ്യമില്ലല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മുരളീധരനെ വിളിച്ചു. മുരളീധരൻ എന്തായാലും കേറൂല എന്നറിയാവുന്നതുകൊണ്ട് സതീശൻ തിരിഞ്ഞു നോക്കാതെ പോയി എന്നാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം കുറേ തവണ ഇവര് പ്രതികുടീരത്തിൽ പോകുന്ന സമയം തൊട്ട് വിളിക്കുകയാണ്, മന്ത്രി ഒന്ന് വരൂ, മന്ത്രി ഇവിടെ വരെ വന്നിട്ട് ഓഫീസിൽ കയറാതെ പോകുന്നത് ശരിയല്ല. മുരളീധരൻ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് വരില്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട സതീശൻ ഇനിയിപ്പോ ഒന്ന് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലെന്ന് ഉദ്ദേശിച്ചായിരിക്കാം തിരിഞ്ഞു നോക്കാതെ അദ്ദേഹവും പോയി. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുരങ്ങന്മാരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഒന്നും പറയുകയില്ല. ആ ചില സമയങ്ങളിൽ അത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ശ്രീ കരുണാകരൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായൊരു കാര്യം പറയാം കേട്ടോ. ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതികൾ ഒരു കുടുംബത്തിന് ഒരു വർഷം നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ ഏറ്റവും ആദരണീയനായ അല്ലെങ്കിൽ കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചൊരു നേതാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരിക ശ്രീ കെ കരുണാകരൻ്റെ രൂപവും ആ ചിരിയും ആ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നല്ലേ. എന്തുകൊണ്ട് മുതിർന്ന നേതാവ് എന്നുള്ള പേരിൽ കരുണാകരൻ്റെ പേരിൽ അവർ ആ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കിയില്ല? ഇറ്റ്സ് എ പോയിന്റ് ടു പോണ്ടർ ആതിര. ശരിയല്ല, എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി, എന്തുകൊണ്ട് നമ്മളുടെ ആൻ്റണി സാറിൻ്റെ പേരെടുത്തില്ല? അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയെക്കാട്ടിലും മുതിർന്ന എത്രയോ നേതാക്കന്മാർ ഇവിടെ കേരളത്തിലെ പാർട്ടിയിൽ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിന് വേണ്ടി എത്രയോ അടി കൊണ്ടു എന്നൊക്കെയാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ എത്ര പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടു, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എത്ര ജയിൽവാസം അനുഭവിച്ചു എന്നൊക്കെ. നമുക്ക് കേരളത്തിലെ പാർട്ടി എന്ന് പറയുകയാണെങ്കിൽ ശ്രീ കരുണാകരൻ്റെ മുഖം തന്നെയാണ് മിക്കവരുടെയും. 100 പേരുണ്ടെങ്കിൽ 99.9 പേരുടെ മനസ്സിലും കയറി വരുന്ന കോൺഗ്രസിൻ്റെ ഒരു മുഖം കരുണാകരൻ്റെ തന്നെയാണ്. കരുണാകരൻ്റെ മകനും വളരെ ആർജവത്തോടെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിനോട് പറയുന്ന എല്ലാ സ്ഥലത്തും അദ്ദേഹം പോയി മത്സരിക്കുന്നുണ്ട്. തെക്ക് വടക്കിട്ട് അദ്ദേഹത്തെ ഓടിച്ചില്ലേ? പ്രത്യേകിച്ചും ആ വടകരയിൽ നിന്ന് അദ്ദേഹത്തിന് എന്തിനു മാറ്റി തൃശ്ശൂർക്ക്? ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ടോ അങ്ങനെയല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപിയെ വെല്ലാൻ വേണ്ടിയിട്ട് ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ തൃശ്ശൂർക്കാരനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ മുരളീധരൻ നിൽക്കണമെന്നാണ് ആ സമയത്ത് പാർട്ടി പറയുന്ന സമയത്ത് പാർട്ടിയുടെയും പ്രവർത്തകരുടെയും കൂടെ പിന്തുണ കൂടെ അദ്ദേഹത്തിന് കൊടുക്കായിരുന്നു. അല്ല, അതന്നെയാണ് പറഞ്ഞത്. അത് അദ്ദേഹം പാർട്ടി പറഞ്ഞത് കേട്ടു. പാർട്ടിയുടെ നല്ലൊരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പാർട്ടി പറഞ്ഞത് വിഷമത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹം കേട്ടു. ഇത് ആദ്യമായിട്ടല്ല. ധനപാലൻ എന്ന് പറയുന്ന അദ്ദേഹം ചാലക്കുടിയിൽ എന്താണ് സിറ്റിംഗ് MLA ആയിട്ടിരിക്കുന്ന സമയത്ത്, ചാലക്കുടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അപ്പോഴാണ് PC ചാക്കോനെ കൊണ്ടുവന്നത്. PC ചാക്കോന് കൊടുക്കാൻ പറഞ്ഞാൽ അദ്ദേഹം എല്ലാം ഫയൽ ചെയ്ത് കഴിയുന്നത്, അതിൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കി കഴിയുമ്പോഴാണ് പറയുന്നത്, അല്ല നിങ്ങൾ നിൽക്കണ്ട, PC ചാക്കോനെ നിർത്താൻ പോവുകയാണെന്ന്. അങ്ങനെ ഇത് കോൺഗ്രസ്സിൽ എപ്പോഴും ഉള്ളൊരു കളി തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹം സമ്മതിച്ചു, ധനപാലനും സമ്മതിച്ചു. ഈ ഇടയ്ക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പറവൂർ മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെയുള്ള കോൺഗ്രസിൻ്റെ ഒരു നല്ല നേതാവ് തന്നെയായിരുന്നു ശ്രീ ധനപാലൻ. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ മുരളീധരൻ കാണിച്ച പോലെ എനിക്ക് വേണ്ട, ഞാൻ കയറുന്നില്ല, എന്നെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അപമാനിച്ച് എനിക്ക് വേണ്ട സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് തരാതിരുന്ന ഒരു ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശ്രീ മുരളീധരൻ അല്ലെങ്കിൽ ശ്രീ മുരളീധരനെയോ ശ്രീ കരുണാകരനെയോ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി നല്ലൊരു നേതാവ് തന്നെയായിരുന്നു. ജനങ്ങളെല്ലാം ആദരിക്കുന്ന നേതാവാണ്. KSUയിൽ കൂടെ വളർന്നു വന്നതാണ്. യുവ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ശ്രീ ആൻ്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ചേർന്നത്. പക്ഷേ ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് പേര് കൊടുക്കേണ്ടിയിരുന്നത് ശ്രീ കരുണാകരൻ്റെ തന്നെയായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇനിയും ആലോചിക്കാമല്ലോ, അതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ല. ഇപ്പോൾ സ്ത്രീകളുടെ KSRTC ബസ്സിൽ തിങ്കളാഴ്ച മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആദ്യത്തെ യാത്രയിൽ കയറുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതെങ്ങനെയാവും നമുക്കറിയില്ല. കാരണം മാസം അവസാനമാണ് പൈസ കൊടുക്കാൻ പോകുന്നത്. ഇവർ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യും. മണി ടിക്കറ്റുകളാണ് കൊടുക്കാൻ പോകുന്നത്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴല്ലേ എത്രണ്ണം അങ്ങനെ കൊടുത്തു എന്നറിയാൻ പറ്റില്ല. എത്ര രൂപ KSRTCയിലേക്ക് കൊടുക്കേണ്ടി വരുമെന്ന് അറിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പോകുന്നുണ്ട്. അത് അനൗൺസ് ചെയ്തു, ദേ ആർ ഗോയിങ് ടു ഡു ഇറ്റ്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടികളുടെ കൂടെ വന്ന പ്രിയദർശിനി ബസ്സുകൾ എന്നൊക്കെയാണ് പേരൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ശ്രീ VD സതീശൻ, KC വേണുഗോപാൽ, മുതിർന്ന സീനിയർ നേതാക്കന്മാർ, ആൻ്റണി ഉണ്ട്, എപ്പോഴും ജീവനോട് ആൻ്റണി സാറുമുണ്ട്. അവരൊക്കെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിനൊപ്പം തന്നെ ശ്രീ കരുണാകരൻ്റെ പേരും കൂടെ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മകനും സജീവമായി നിൽക്കുന്ന ഒരു കേരളത്തിൻ്റെ മുഴുവൻ മുഖമായിട്ട്
പ്രവർത്തിച്ചൊരു വ്യക്തി തീർച്ചയായും. ഈ തന്നെയാണ്. വട്ടിയൂർക്കാവിലെ മത്സരം നോക്കുകയാണെങ്കിൽ ഉം, തന്നെ ഉം, തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ അറിയാം. ഉം, വട്ടിയൂർക്കാവിലും പ്രവർത്തകർ അത്ര വലിയ രീതിയിലൊന്നും മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ആണോ? മുരളീധരൻ അതെ. ആ അവിടെ പോയി നോക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും ബാക്കിയുള്ള പ്രവർത്തകർക്ക് ഉള്ള അത്രയും ഒന്നും മുരളീധരന് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ വോട്ടിംഗ് നില കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ കെ മുരളീധരന് വേണ്ടി ആർജവത്തിനായി പ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ജനങ്ങൾ തന്നെ ജയിപ്പിച്ചതായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രവർത്തകരുടെ കാരണം ഓൾറെഡി പ്രവർത്തന മികവ് അവർക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു MLA ആയിരുന്നു മുരളീധരൻ എന്നും പറയണം. അവിടെ നിന്നാണല്ലോ MP ആയതിനു ശേഷം അദ്ദേഹം രാജിവെച്ച് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവർ തിരഞ്ഞെടുക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കൂടെ പറഞ്ഞു. അവരുടെ ഒരു MLA ഓൾറെഡി ആയിരുന്നു, അവർക്ക് ഇടയിൽ നന്നായി പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ വീടുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വട്ടിയൂർക്കാവിൽ ശ്രീ അതെ. മുരളീധരന് വീടുമുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിലുള്ള, അതായത് അവിടെ തന്നെ താമസിക്കുന്ന ഒരാളെ അവർ തിരഞ്ഞെടുത്തു എന്ന് പറയാം. നമ്മളുടെ പ്രശ്നം അതല്ല. ശ്രീ മുരളീധരൻ കാണിച്ചത് ശരിയായ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വേണ്ടാത്തവരെ വേണ്ടാതെ മന്ത്രിയായതിനു പറയണം. ശേഷം മാത്രം വിളിച്ചാൽ കൂടെ വരേണ്ട ഒരാളല്ല. ആപത്ത് സമയത്തും കൂടെ നമ്മളോടൊപ്പം ഒരു പ്രവർത്തിക്കേണ്ടവരായിരുന്നു ചൊല്ലുണ്ടല്ലോ കോൺഗ്രസ്. മോളെ, ആപത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ എന്ന് പറയുമല്ലോ. അപ്പൊ ആപത്ത് കാലത്ത് കൂടെ നിന്നവരെ അദ്ദേഹം കൂടെ കൂട്ടുന്നു, അല്ലാത്തവരെ അദ്ദേഹം വെട്ടിമാറ്റിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ.